ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവരും കുട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ. ഞാനും ഇതിൻ്റെ ഞാൻ ഒരു സിനിമ അതിൻ്റെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് നല്ലതാണെന്ന് കേട്ടാൽ മാത്രമേ ഞാൻ പോയി സിനിമ കാണാറുള്ളൂ. പക്ഷേ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നല്ല റിവ്യൂ ആയിരുന്നു എല്ലായിടത്തും നല്ല റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നെഗറ്റീവ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ സിനിമ എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് തമാശകളെന്ന് പറയുന്നത് വട്ടം കൂടിയിരുന്ന് അവർ തന്നെ തമാശ പറയുന്നു, അവർ തന്നെ ചിരിക്കുന്നു. ഓഡിയൻസിനകത്തും വലിയ ചിരി ഞാൻ കണ്ടില്ല. പക്ഷേ എന്താണ് ഇതിനകത്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഇത് കണ്ട് എൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ഇടാം. ഈ ഒരു സിനിമ എന്ന് പറയുമ്പം ആക്ഷൻ ഇല്ല ഈ സിനിമയ്ക്കകത്ത് കുറച്ച് വില്ലന്മാർ വരുന്നു, ഇവർ റൈഫിൾ ക്ലബിനകത്ത് കയറുന്നു. അതിനൊക്കെ വില്ലന്മാർ വരുന്നതിനൊക്കെ സ്റ്റോറി ഉണ്ട്. പക്ഷേ റൈഫിൾ ക്ലബിനകത്ത് കയറിയിട്ട് ചുറ്റുമുള്ള സാധനങ്ങളെല്ലാം വെടിവെച്ച് നശിപ്പിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോൾ യവന്മാരെല്ലാവരും കൂടെ തുരുതുരാൻ തോക്കെടുത്ത് അവന്മാർ വെടി. അപ്പോൾ അവന്മാർ നേരത്തെ സാധനങ്ങൾ വെടിക്കുന്നത് ഇവരെയാണ് വെടിവെച്ച് തീർത്തതെങ്കിൽ ഇതിനകത്തൊന്നുമില്ല, റൈഫിൾ ക്ലബ്ബും ഇല്ല, ഒരു കോപ്പുമില്ല. എന്നിട്ട് തമാശ എന്ന് പറഞ്ഞാൽ ഡബിൾ മീനിങ് കുറേ കോമഡികൾ, അത് കോമഡി ആയിട്ട് തോന്നൂല നമുക്ക്. ചില ഡബിൾ മീനിങ് കോമഡിയൊക്കെ നമുക്ക് ചിരിക്കാൻ തോന്നുന്ന കോമഡികളുണ്ട്. പക്ഷേ ഇത് ഒരു വക്കിനും കൊള്ളില്ലാത്ത കോമഡിയാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. എനിക്ക് സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇതൊരു നിങ്ങൾക്ക് ഫേമസ് ആകാൻ വേണ്ടിയോ ഞാൻ ഒരു വൈറലാകാൻ വേണ്ടിയോ എല്ലാവരും പോസിറ്റീവ് പറയുമ്പോൾ ഞാൻ ഒരു നെഗറ്റീവ് പറഞ്ഞ് ഞാനൊരു മാറി നിൽക്കുവാൻ വേണ്ടിയോ ചെയ്യുന്നൊരു വീഡിയോ അല്ല ഇത്. എന്നിട്ട് ഈ സിനിമയ്ക്കകത്ത് അവസാനം വിജയരാഘവൻ പറയുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഇത്ര 46 ബുള്ളറ്റ് എന്തോ ഉണ്ട്, ഒരാൾക്ക് 3 വെച്ച് നോക്കിയാലും ബാക്കി നമുക്ക് 6 ബുള്ളറ്റ് കയ്യിൽ വരണമെന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെടിയൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ദിലീഷ് പോത്തനും ബാക്കിയുള്ളവരുമാരും കൂടെ ഈ വേട്ടയ്ക്ക് പോയന്മാരെല്ലാവരും കൂടെ വന്ന് കുറേ എണ്ണത്തിന് വെടി വെച്ച് ആ ബുള്ളറ്റ് ഈ കണക്കി കൂട്ടിയിട്ടില്ല. അവന്മാർ വന്ന് കുറേ പേരെ വെടിവെച്ച് കൊടുക്കുന്നു. അവസാനം സിനിമ തീർന്ന വില്ലന്മാരെല്ലാം വെടിവെച്ചതിന് ശേഷം വിജയരാഘവൻ പറയുന്നു ബാക്കിയുള്ള ബുള്ളറ്റ് മേശപ്പുറത്ത് വയ്ക്കാൻ. അപ്പോൾ മേശപ്പുറത്ത് വെച്ചപ്പോൾ കറക്റ്റ് വിജയരാഘവൻ പറഞ്ഞ 6 ബുള്ളറ്റ്. ഇതിനകത്ത് മറ്റേ ദിലീഷ് പോത്തൻ വെടിവെച്ചത് അവൻ മറ്റേ പോലെ വെടിവെച്ചതൊന്നും കൂട്ടിയിട്ടില്ല. അതൊന്നും കൂട്ടാതെ ഇവരെ കയ്യിൽ 6 ബുള്ളറ്റ്. പക്ഷേ ദിലീഷ് പോത്തൻ കുറേ പേര് വെടിവെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂട്ടിയില്ല. മൊത്തത്തിൽ 6 ബുള്ളറ്റ് മിച്ചം വന്നെന്ന് പറഞ്ഞുകൊണ്ട് വിജയരാഘവൻ്റെ കണക്ക് ശരിയായെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഒരു മാസ സീനാണ്. എന്തോന്ന് പടവണേ ഇത്. സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ടുള്ളവരിൽ ഒരു 30-40% പേർക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണില്ല. പക്ഷേ ഈ സിനിമയുടെ റിവ്യൂ, പോസിറ്റീവ് റിവ്യൂ, മറ്റേ ആഷിഖ് കപൂറിൻ്റെ ബാക്കിങ്ങും മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ തള്ളി മറിച്ച് വച്ചിരിക്കുന്നത് കൊണ്ട് ആരും നെഗറ്റീവ് പറയാൻ മടിക്കുന്നു എന്നാണ് എനിക്കിതിൽ തോന്നിയിട്ടുള്ളത്. എനിക്കിതിൽ ഒട്ടും ഒരു തൃപ്തിയല്ല ഈ സിനിമയിൽ. നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ ടിക്കറ്റ് കാണിച്ചില്ല, ഞാൻ പോയി കണ്ട സിനിമയാണ്. പക്ഷേ നമ്മൾ ഉടനെ സിനിമ കണ്ടിട്ട് ഒരു സിനിമ വിജയമാണെന്ന സിനിമയെ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ്, അല്ലെങ്കിൽ കണ്ടവർ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇടുക. ചിലപ്പോൾ അത് കാണാൻ പോകുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നന്ദി, നമസ്കാരം. പക്ഷേ ഈ സിനിമ 10-22 കോടി രൂപയ്ക്ക് കൂടുതൽ കളക്ട് ചെയ്തു. അതെങ്ങനെയാണ് ഈ സിനിമയിൽ നമുക്കിപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെയാണോ ഈ സിനിമ കളക്ഷൻ നേടുന്നത്? എനിക്ക് തോന്നുന്നില്ല. ഇത് ആ തിയേറ്ററിൽ കണ്ട ഒരു 35-40% ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. 60% ആൾക്കാരിൽ ബാക്കി 10% പേര് കണ്ടുകൊണ്ട് ആരും കൈയടിക്കുന്നതോ ചിരിക്കുന്നതോ ബഹളമൊന്നും ഞാൻ കണ്ടില്ല ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് എന്താണെന്ന് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കണം. എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഞാൻ. പക്ഷേ ഈ സിനിമയ്ക്ക് ഇപ്പം ചില സിനിമകളൊക്കെ നല്ല സിനിമകളായിരുന്നിട്ടും പരാജയപ്പെടുന്നത്. ആനന്ദ് ശ്രീബാല പോലത്തെ സിനിമകൾ പോലും കളക്ഷൻ കിട്ടാത്ത കളക്ഷനാണ് ഈ സിനിമയ്ക്ക് കിട്ടുന്നത്. ഈ സിനിമയിൽ എന്ത് ക്വാളിറ്റിയാണുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. 1 മണിക്കൂറും 50 മിനിറ്റോളം ബോറടിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്തുള്ള തമാശകൾ പോലും അരോചകമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, നന്ദി, നമസ്കാരം.